ജീവിത സാഹചര്യങ്ങൾ മാറുമ്പം എല്ലാ പേരൻസും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗം എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്നോട് ഡോക്ടർ ജയപ്രകാശൻ ഡോക്ടറുണ്ട്. ഡോക്ടറെ, എല്ലാ പേരൻസിൻ്റെ ഒരു സംശയമാണ്. ഈ കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം കുട്ടികൾ ഫോൺ വേണം. ഈ ശീലം എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇത് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ? കുട്ടികളിലെ ഫോണിൻ്റെ ഉപയോഗം നമ്മളെ കണ്ടാണല്ലോ, പേരൻസിനെ കണ്ടാണല്ലോ അവർ പഠിക്കുക. പഠിക്കാതെ അപ്പോൾ നമ്മൾ അവരിൽ ഇതിൻ്റെ ഉപയോഗം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ചില നിയന്ത്രണങ്ങൾ നമ്മൾ തന്നെ കൊണ്ടുവരേണ്ടതാണ്. ഇപ്പം നമ്മൾ സ്കൂളിൽ അവർ വളരെ ക്ലിയറായിട്ട് പറയും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഡെഫിനറ്റായിട്ടും ചില ഇൻസ്ട്രക്ഷൻസ് നമ്മൾ വീട്ടിലും പാലിക്കണം. അപ്പോൾ ഞാൻ കേട്ട ഒരു കാര്യം, പല രാജ്യങ്ങളിലും വീട്ടിൽ ചെന്ന ഉടനെ ഒരു ചെറിയ ബാസ്ക്കറ്റിനകത്തേക്ക് ഈ മൊബൈൽ വെച്ചാണ് അച്ഛനും അമ്മയും വീട്ടിലേക്ക് കയറുന്നത്. അതുപോലെ തന്നെ വീട്ടിലേക്ക് ഫോൺ കയറ്റില്ല. അതായത് ഒരു കോമൺ ഏരിയയിൽ തന്നെ അത് വെച്ചേക്ക്. ഓക്കെ. അപ്പോൾ ആരെടുക്കുന്നു ആരുപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു തിട്ടമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോമൺ പ്രാക്ടീസ്, അതായത് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു എമർജൻസി കോളൊന്നും വരാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ സ്കൂളിൽ നിന്നുള്ള ഏതെങ്കിലും ഹോംവർക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇതൊക്കെയോ ഉള്ളൂ. അപ്പോൾ അത് ഫോണിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഒരു ചെറിയ പ്രിൻ്റർ ഉണ്ടെങ്കിൽ, ഒരു നോൺ കളർ പ്രിൻ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു മോഡൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. ഉപയോഗത്തെക്കുറിച്ച് സാധാരണ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. പിന്നെ ഈ സ്ക്രീൻ ഉപയോഗം, അതായത് ഫോണായാലും ടാബായാലും കമ്പ്യൂട്ടറായാലും ഒരു തീരെ ചെറിയ കുട്ടി നമ്മൾ ഉപയോഗിക്കാനേ ഉദ്ദേശിക്കുന്നില്ല. 2 വയസ്സ് തൊട്ട് ഒരു 5 വയസ്സ് വരെയുള്ള ആ പ്രായത്തിലൊക്കെ ആണെങ്കിൽ നമ്മളതിനൊരു കൃത്യമായൊരു നിയന്ത്രണം, ഏകദേശം 1 മണിക്കൂർ, അതാണ് അവർക്ക് അലൗബിൾ ടൈം. 5 വയസ്സിൽ കൂടുതലുള്ള കുട്ടിയാണ് 2 hours. പിന്നെ ഒരു എഡ്യൂക്കേഷണൽ മെറ്റീരിയലാണ് നിങ്ങൾ ഒരു പക്ഷേ കുറച്ചുകൂടെ സമയം, ഇപ്പോൾ ഒരു ട്യൂഷൻ അല്ലെങ്കിൽ ഒരു ക്ലാസ്, ഓൺലൈൻ ക്ലാസ്, ഒരു ഡിസ്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ അതൊന്നും തുടർച്ചയായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഒരു കോവിഡ് ടൈമിലോ ആ സമയത്തൊക്കെ നിങ്ങളുടെ ക്ലാസ്സുകൾ കൂടുതലും ഇതിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. അതായത് 1-to-1 ഇൻ്റർഫേസും ഇൻട്രാക്ഷൻസും ആണ് നമുക്ക് കൂടുതൽ വേണ്ടത്. അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മളൊരു റോൾ മോഡലാകുക എന്നുള്ളത് മാത്രമാണ്. എനിക്കൊന്ന് പേരൻസ് തന്നെ ആയിരിക്കും കുട്ടികളെ ചീത്തയാക്കുന്നത് അല്ലേ? അങ്ങനെ ഉണ്ടോ? അല്ല, വീട്ടിൽ ഇപ്പോൾ ഒരു കുട്ടി കരയുമ്പോഴത്തേക്ക് ഫോൺ കൊടുത്തിട്ടാ എന്നാൽ കുറച്ച് നേരം കഴിക്കുക, അപ്പോൾ എൻ്റെ പണി നോക്കാം, അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലാണെങ്കിലും അങ്ങനെ കാണാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കുട്ടികളെ കാണിക്കുന്ന ഒക്കെ കാണാറുണ്ട്. ഒരു കുട്ടികളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയോ അവരുടെ ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയോ ഇങ്ങനെ തുടർച്ചയായിട്ട് ഫോൺ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടി, 6 വയസ്സുള്ള കുട്ടി സ്ക്രീൻ കൂടുതൽ ഉപയോഗിക്കുമ്പം നിങ്ങൾ ഫാസ്റ്റ് മൂവിങ് ഇമേജസ്, അത് കാർട്ടൂണൊക്കെ കാണുവാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലോബാണ് ഫ്രോണ്ടൽ ലോബ്, ബിഹേവിയറും നിങ്ങളുടെ അതിലൊക്കെ കാര്യമായ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ കാണാറുണ്ട് ചില കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യം, ബഹളക്കൂടുതൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ കാർട്ടൂൺ കഥാപാത്രങ്ങൾ അനുകരിക്കാറുണ്ട് കുട്ടികൾ. ഇത് കണ്ടിട്ട് അനുകരിക്കുന്ന പിള്ളേരുകൾ അങ്ങനെ ഉണ്ടാവാറില്ല? തീർച്ചയായിട്ടും. അതായത് കാർട്ടൂൺ എല്ലാം ഫാസ്റ്റ് മൂവിങ് ഇമേജസ് ആണ്. പ്രിഫറബിളി കാർട്ടൂൺസൊക്കെ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്, അല്ലെ അത് വളരെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്യുവർലി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമൊക്കെ നമ്മുടെ രാജ്യങ്ങളിൽ കുറവാണ്. മറ്റു രാജ്യങ്ങളിൽ ആക്ടിവിറ്റീസ് കൂടുതൽ അങ്ങനെയുണ്ട്. അപ്പം അതിനുള്ള ഒരു വ്യക്തമായൊരു നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് നോ പറയേണ്ട കാര്യങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് നോ പറയുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ നമ്മൾ നോ പറയേണ്ട കാര്യങ്ങൾക്ക് നോ പറയാം. അതായത് ഫോൺ ടൈം റീസണബിൾ ലിമിറ്റിൽ കൂടുന്നുണ്ടെങ്കിൽ അത് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു നോ, വളരെ സ്നേഹപൂർവ്വമായിട്ട് നമുക്ക് നോ പറയാം. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ ആഹാരം കഴിക്കുന്ന ചില പേരൻസ് തന്നെ വെച്ച് കൊടുക്കാറുണ്ട്, എന്നാ മോനെ ഇത് കണ്ടുകൊണ്ട് നീ കഴിക്കുക. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ടെൻഡൻസി കൂട്ടുന്നതാണോ അത് ഈ ഫോണിലെ അഡിക്ഷൻ? ഈ ഫോണിനൊന്നും അങ്ങനെയുള്ള കഴിവൊന്നുമില്ല. ആക്ച്വലി ഫോണിൽ നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞിട്ട് യൂട്യൂബൊക്കെ നോക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ വാട്സാപ്പൊക്കെ 16 ഇയേഴ്സ് അങ്ങനെ ലിമിറ്റുണ്ട്. പിന്നെ ട്വിറ്റർ അതുപോലത്തെ ഇതെല്ലാം ഒരു 13 ഇയേഴ്സ്, അതും വിത്ത് സൂപ്പർവിഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം അച്ഛനും അമ്മയും യൂട്യൂബിലുണ്ടെങ്കിൽ പിള്ളേരുടെ അടുത്ത് നോക്കും. ഇപ്പം എല്ലാ അച്ഛനും അമ്മമാരും യൂട്യൂബേഴ്സാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുക. സ്കൂള്, നമ്മളുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലും വീട്ടിലുമൊക്കെ അവരെ അങ്ങനെ ഇപ്പോൾ ചില കാര്യങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എണ്ണമാണ്. യൂട്യൂബ് ഉപയോഗിക്കുന്ന 18, അപ്പം അങ്ങനെ പിന്നെ ഈ ഓൺലൈൻ ഗെയിംസ് അതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അങ്ങനെ ചെയ്യേണ്ടതല്ല.
ഈ അമീബിക് എന്ന് പറഞ്ഞപ്പോൾ ഒരു രോഗം ഏറ്റവും കൂടുതൽ കുട്ടികളിൽ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതിൻ്റെ എന്താണ് പ്രതിവിധി എന്താണ്? അത് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനെ ബാധിക്കുന്ന ഒരു ഇത് രോഗമാണ്. അപ്പം ചില ഈ ക്ലിയർ വാട്ടറിലും ഫ്രഷ് വാട്ടറിലും ഒക്കെ ഉള്ള ചില അമീബകളുണ്ട്. അത് നെഗ്ലീറിയ എക്കാന്ത അമീബ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ അത് ഈ ചില കുട്ടികൾ ഇപ്പം വെള്ളം കുളത്തിലൊക്കെ കുളിക്കുക, അപ്പോൾ ഈ മൂക്കിൽ എന്താണേലും വെള്ളം കയറുക. അതാണ് അതിൻ്റെ റൂട്ട് ഓഫ് ഇൻ. മൂക്കിൻ്റെ ഉൾഭാഗത്തു നിന്നൊരു ചെറിയ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു ബോണുണ്ട്, അതുവഴി ബ്രെയിനിലേക്ക് കയറുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അസുഖമാണ്. കാര്യം നമ്മൾ ഈ ഒരസുഖം തന്നെ പലരിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പം അതിനെ പ്രോബ്ലി നമുക്ക് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് വില കൂടിയ ചില ഇഞ്ചക്ഷൻസും ചില പ്രത്യേക മിൽറ്റിഫോസിൻ എന്ന് പറഞ്ഞ മരുന്ന് നമുക്ക് ആക്ച്വലി ആദ്യത്തെ കേസൊക്കെ വരുമ്പോൾ നമുക്കതില്ലായിരുന്നു, ജർമ്മനിയിൽ നിന്നൊക്കെ കൊണ്ടുവരേണ്ട വന്നിരുന്നു. ഇപ്പം ഗവൺമെൻറ് അത് മിൽറ്റിഫോസിൻ എന്ന് പറഞ്ഞ മരുന്നും വേണ്ട, അതുപോലെ തന്നെ ആംഫുട്ടറിസിൻ എന്ന് പറഞ്ഞ സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുമൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ കാലിക്കറ്റിൽ കണ്ടു, മറ്റു സ്ഥലങ്ങളിൽ കണ്ടു, ഇടുക്കി ഭാഗത്ത് കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ സാധാരണ കൂടുതലായിട്ട് അങ്ങനെയുള്ള രോഗമുള്ളവരെ കാണുന്നു എന്നുള്ളതാണ്. അത് നമുക്കൊരു കൺസേൺ ആണ്. എന്തുകൊണ്ടാണ്? അപ്പോൾ പലരോടും ചോദിക്കുമ്പം ഇങ്ങനെ ആറ്റിൽ കുളിച്ചു അങ്ങനെയുള്ളൊരു ഹിസ്റ്ററിയെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ ഇപ്പം ഒരു മെനിഞ്ചൈറ്റിസ് അന്ന് സസ്പീഷനുള്ള കുട്ടികളിലെല്ലാം നമ്മളിപ്പം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി കുളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. കാര്യം ഇങ്ങനൊരു അസുഖം കണ്ടുപിടിക്കാൻ ഒരു സാധ്യത കൂടുതൽ. ഇത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടത്? ഇതുപോലുള്ള, അതായത് ഇങ്ങനെയുള്ള കുളങ്ങൾ, കോമൺ ഇതുപോലത്തെ സ്ഥലങ്ങൾ, അതായത് പൂൾ ചെയ്ത് കിടക്കുന്നത്, മൂവ് ചെയ്യുന്ന വാട്ടേഴ്സിലൊക്കെ, വാട്ടർ ബോഡീസിലൊക്കെ നമ്മൾ കുളിക്കാതിരിക്കുക, കുട്ടികളെ മാക്സിമം വിടാതിരിക്കുക. ഇതുപോലെ അങ്ങനെ ചെയ്യാതിരിക്കുക. കാര്യം അമേരിക്കയിലൊക്കെ ഇതുപോലത്തെ അസുഖങ്ങൾ, എൻസെഫലൈറ്റിസ് ഒത്തിരി പേരിൽ ഒരേ സമയത്ത് വരികയും അങ്ങനെയാണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ കൃത്യമായ ഗവൺമെൻറ്റിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എത്ര നാൾ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ ബ്രെയിനിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖത്തിൽ അതിൻ്റെ ഔട്ട്കം നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ പേരൻസിനും വേറൊരു സംശയം കൂടിയുണ്ട്. ഈ വാക്സിനേഷൻസുകൾ ഇപ്പോൾ ഇത്ര വയസ്സിൽ ഇന്ന വാക്സിനേഷൻ കൊടുക്കണം, എന്തിനാണ് ഈ വാക്സിനേഷൻ എടുക്കുന്നത്? ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മൾ ഈ രോഗചികിത്സയെക്കാളും പ്രാധാന്യം എപ്പോഴും രോഗപ്രതിരോധത്തിനാണ്. അപ്പം ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്നത് നമ്മുടെ ഒരു ലൊക്കാലിറ്റി, ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ കോമൺ ആയിട്ടുള്ള അസുഖങ്ങൾക്കെതിരെ നമ്മൾക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നൽകാനായിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും എടുക്കണം. അതൊരു നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോട്ടോക്കോൾ അനുസരിച്ച് നമ്മളത് മിനിമം എടുത്തിരിക്കണം. ഇപ്പം BCG എന്ന് പറഞ്ഞ കുത്തിവയ്പ്പ് നമ്മളെടുക്കുന്ന സീരിയസ് ആയിട്ടുള്ള TB, ബ്രെയിനെ ബാധിക്കുന്ന TB, അല്ലെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പടരുന്ന TB പ്രിവെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ നമുക്ക് ആവശ്യമാണ്. അത് ഒരു സ്പെസിഫിക് ഒരു രാജ്യത്ത് കോമൺ ആയിട്ടുള്ള അസുഖങ്ങൾക്കെതിരെ അവിടുത്തെ ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന. ഇപ്പം നമ്മൾ മുടന്തുള്ളവരൊന്നും കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിയോ ആയിരുന്നു ഇങ്ങനെ മുടന്തുള്ളവർ കൂടുതൽ പേരുണ്ടാവാൻ കാര്യം. പക്ഷേ പോളിയോ നമ്മൾ എറാഡിക്കേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്മോൾ പോക്സ്, വസൂരി എന്ന് പറഞ്ഞ രോഗം കാണുന്നില്ല. ഇൻഫെക്ഷൻ കൊണ്ട് ലോകത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ കൊണ്ട് ഒത്തിരി പേരുടെ ജീവിതം മെച്ചപ്പെടുകയും അതുപോലെ രോഗ അവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമ്മ്യൂണൈസേഷനെ നമ്മൾ ബ്ലാങ്കറ്റായിട്ട് അത് കുഴപ്പമാണ്, പ്രയോജനമില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പല രാജ്യങ്ങളിലും ഇതുപോലുള്ള ചില വ്യത്യസ്ത ശബ്ദങ്ങളൊക്കെ, വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിലും ഇപ്പോൾ കോവിഡ് ടൈമിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ വാക്സിൻ ഏറ്റവും വേഗം പ്രൊഡ്യൂസ് ചെയ്ത ഒരു ടൈമായിരുന്നു കോവിഡ് ടൈം. ഒരു വാക്സിന് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നറിയുന്നത് ഓവർ എ പീരീഡാണ്. നമുക്ക് അന്നത്തെ സമയത്ത് ഇത് വളരെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് ഒത്തിരി ലൈഫുകൾ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏത് മരുന്നിനും ഏത് വാക്സിനും ഗുണവും അതിൻ്റെ ദോഷവശങ്ങളുണ്ട്. ദോഷവശങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ
നമ്മൾ അതുകൊണ്ട് സഫർ ചെയ്യുന്ന ഒരു വലിയ സമൂഹമായിരിക്കും. അപ്പോൾ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഗവൺമെൻറ് പറയുന്ന എല്ലാ കുത്തിവയ്പ്പും നമ്മൾ എടുക്കണം. അപ്പം ഗവൺമെൻറ് എല്ലാ കുത്തിവയ്പ്പിലും ഇപ്പം മെനിഞ്ചൈറ്റിസിനെ പറ്റി ചോദിച്ചപ്പോൾ ന്യൂമോകോക്കൽ മെനിഞ്ചൈറ്റിസിനുള്ള കുത്തിവയ്പ്പ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ഒരാൾക്ക് 10,000-3,000 രൂപ കൊടുത്ത് എടുക്കേണ്ടത് ഫ്രീ ആയിട്ടാണ്. അപ്പോൾ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം ഉള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ അതൊരു വലിയ ഹ്യൂജ് എമൗണ്ടാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അങ്ങനത്തെ ഇനീഷ്യേറ്റീവുകൾ നമ്മൾ തീർച്ചയായിട്ടും സഹകരിക്കണം. കാര്യം ഒരു ഇമ്മ്യൂണൈസേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മീസിൽസ് കുത്തിവയ്പ്പ് എടുത്തു 9ാം മാസത്തിൽ. ഇപ്പം 100 പേരിൽ ഒരു 90 പേരും എടുക്കുവാണെങ്കിൽ കമ്മ്യൂണിറ്റിക്കൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസീസ് വരാതിരിക്കുന്നതിന്. ഒരു 100 വീട്ടുണ്ട്, അതിൽ 90 വീട്ടിലും സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള വീട്ടിൽ കള്ളൻ കയറാൻ മടിക്കും. അതാണ് അതിൻ്റെ അതാണ് അതിൻ്റെ. അപ്പോൾ ഈ കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഈ രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ എന്തായാലും വാക്സിനേഷൻ എടുത്ത് നമ്മൾ രോഗപ്രതിരോധം, അതായത് വരാതെ നോക്കുക എന്നുള്ളതാണ്. ഈ അസുഖങ്ങൾ നമുക്ക് കുറച്ച് ലിമിറ്റഡ് കാര്യങ്ങളെ ചികിത്സിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം അസുഖം വരാതെ നോക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, നമ്മൾ ഡയറ്റ് ക്രമീകരിക്കുന്നു. അപ്പം ഒരു പ്രിവെൻഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് ട്രീറ്റ്മെൻറ്റിനേക്കാളും. ഈ ഇൻട്രോവേർട്ടായിട്ടുള്ള കുട്ടികളുണ്ട്, ഇപ്പോൾ പഠിക്കാൻ മണ്ടന്മാരായിരിക്കും, അല്ലെങ്കിൽ ചെറിയ കള്ളത്തരങ്ങൾ കാണിക്കുന്ന കുട്ടികളുണ്ടാവും. അല്ലെ ചില പേരൻസ് പറയും എൻ്റെ മോൻ ഇൻട്രോവേർട്ടാണ്, അവന് പുറത്തേക്ക് ഇറങ്ങാറില്ല, അല്ലെ മറ്റുള്ള ആൾക്കാരോട് സഹകരിക്കും. ഇതെങ്ങനെയാണ് ഇവർ ഇങ്ങനെ ആകുന്നത്? അല്ലെ എന്താണ് ഇത് മാറ്റാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ ഇൻട്രോവേർട്ട് അങ്ങനെ ഈ ചില പേരൻസ് പൊതുവെ മിതഭാഷികളും മറ്റുള്ളവരോട് അധികം മിണ്ടാത്തവരൊക്കെ ആയിരിക്കും. നാച്ചുറലി അവരുടെ ചില സ്വഭാവങ്ങൾ കുട്ടികൾ ഇൻഹെറിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതുകൂടെ ഇപ്പം ഗൾഫിലൊക്കെ പോകുന്ന ചിലർക്ക് ഫ്ലാറ്റിൽ മാത്രമേ ഉള്ളൂ, അവരുടെ വീടും ഒരായും ആ പിള്ളേരും എക്സ്പോഷർ കുറവായിരിക്കും, മറ്റുള്ള മിങ്കിൾ ചെയ്യാനുള്ള അവസരങ്ങളില്ലായിരിക്കും. ഇതുകൂടാതെ ചില കുട്ടികൾ വളരെ ഒരുപക്ഷെ ചില കുട്ടികൾക്കൊക്കെ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടൊരു ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവാം. അപ്പം നമ്മൾ എന്താണ് ഒരു കുട്ടിയിൽ ഉള്ള കാര്യമായ പ്രശ്നം എന്താണെന്ന് അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അസുഖങ്ങളൊന്നുമില്ല, ബേസിക്കലി മറ്റു കുട്ടികളുമായിട്ടൊരു മിനിമൽ ഇൻട്രാക്ഷനൊക്കെ ഉണ്ട്, പഠന കാര്യങ്ങളിൽ കുഴപ്പമില്ല, സ്വഭാവ വൈകല്യങ്ങളില്ല, മറ്റു കാര്യമായിട്ട് അസുഖങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ അവരുടെ ഒരു ഫാമിലിയിൽ ഇതായിട്ട് തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പിന്നെ നുണ പറയുന്നതൊക്കെ ഇതൊക്കെ ഒരു കുട്ടികളിൽ അങ്ങനെ കാണാറുണ്ട്. ചില കുട്ടികൾ നുണ പറയും, ചില കുട്ടികൾ ബഹളം ഉണ്ടാക്കും, ദേഷ്യപ്പെടാറുണ്ട്. ഭയങ്കര ദേഷ്യമായിരിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഇപ്പോൾ ഈ നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതുകൂടെ പറയാം. ഇപ്പം ഞങ്ങൾ പേര് പറയുന്നില്ല, ഒരു കുട്ടി ഒരു മിഠായി എടുത്തു വേറൊരു വീട്ടിൽ നിന്നും. അവനെ ശകാരിച്ചപ്പോൾ അവൻ പോയി ഒരു കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന വിഷം എടുത്ത് കഴിച്ചു. അപ്പോൾ ഈ കുട്ടിക്ക് 12 വയസ്സുണ്ട്. അപ്പോൾ ഞാനിന്ന് അവനെ കണ്ടു. അപ്പോൾ ഞാൻ അവനെ ഒരു രീതിയിലും ഹേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അവനെ വളരെ പോസിറ്റീവായിട്ട് കണ്ട് ഈ കാര്യങ്ങളൊക്കെ ചികിത്സ എന്താ നടക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അതിലേക്കൊന്നും ഞാൻ പോകാൻ തയ്യാറല്ല. വളരെ ഒരു പോസിറ്റീവ് ഫ്രെയിം എനിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുക. ആ അമ്മയും വല്യമ്മയോടും അത് തന്നെയാണ് കാര്യം. ഈ കുട്ടി തിരിച്ചു പോകുമ്പോഴത്തേക്ക് നാട്ടുകാരൊക്കെ വിശേഷം ചോദിക്കാനെത്തും. പിന്നെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും കൂട്ടുകാരുടെ വക പ്രത്യേക പ്രോത്സാഹനവും അഭിനന്ദനവും കളിയാക്കലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരാളുടെ മെൻ്റൽ മേക്കപ്പ് കൂടെ ആക്ച്വലി പൂർണ്ണാരോഗ്യം എന്ന് പറയുന്നത് കുറച്ച് മരുന്നും ഗുളികയും മാത്രമല്ല. ഒരാളുടെ അവർക്ക് ഇവിടുന്ന് പോകുമ്പോൾ അതിന് മുമ്പ് അവർക്കൊരു ഇത് ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൊസൈറ്റി മാക്സിമം അവരെ നെഗറ്റീവായിട്ട് തന്നെ സൊസൈറ്റി ഇപ്പോൾ ഡിപ്പെൻസ്. ഇപ്പോൾ ഇവരുടെ കൂടെയുള്ള ഒരു കുട്ടി ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ സപ്പോർട്ട് കിട്ടത്തില്ല. അതാണ്. അപ്പോൾ അത് ടീച്ചേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു അവസരത്തിൽ അതങ്ങനെ ചെയ്യാതിരിക്കാനുള്ള ഒരു മുൻകരുതലൊക്കെ എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ സൊസൈറ്റിക്ക് കുറ്റം കണ്ടുപിടിക്കാൻ വളരെ താല്പര്യമായിരിക്കും. ICH നമുക്കതിലേക്ക് വരാം. കുറേ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കോട്ടയം ICH. ഇപ്പം മിക്കവർക്കും അത് അറിയില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള അവസ്ഥ. നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു ഫെസിലിറ്റീസ് കാര്യങ്ങൾ? നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 10,000 കുട്ടികൾ അഡ്മിറ്റഡ് ആകുന്നുണ്ട് ഓരോ വർഷം. ഏകദേശം 1.5 ലക്ഷത്തിൽ കൂടുതൽ OP പേഷ്യൻസ് ഉണ്ട്.
എല്ലാ ദിവസവും, അതായത് സൺഡേ ഒഴിച്ചുള്ള എല്ലാ വർക്കിംഗ് ഡേയ്സിലും നമുക്ക് ഒ പി ഉണ്ട്. ഒരു 3 യൂണിറ്റാണ് ഉള്ളത്. കൂടാതെ ന്യൂ ബോൺ യൂണിറ്റും പീഡിയാട്രിക് സർജറിയും ഉണ്ട്. നല്ലൊരു 15 ബെഡ് പീഡിയാട്രിക് ICU ഉണ്ട്. അതൊരു നമ്മുടെ ICUവിന് ഒരു പ്രത്യേകതയുണ്ട്. അത് NHM നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഒരു ഫണ്ടഡാണ്. എല്ലാം വെൻറ്റിലേറ്റർ ബെഡ്സ് ആണുള്ളത്. പിന്നെ നെഗറ്റീവ് പ്രഷർ ICU ആണ്. സാധാരണ പോലെക്കാളും ഇൻഫെക്ഷനൊക്കെ റേറ്റ് കുറവാണ് നെഗറ്റീവ് പ്രഷർ ICUവിൽ. പിന്നെ നമുക്കൊരു 23 വെൻറ്റിലേറ്റേഴ്സ് ഉണ്ട്. വെൻറ്റിലേറ്റേഴ്സിനൊന്നും എന്തൊക്കെ ഫ്രീ ആയിട്ടുള്ള എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളാണ്? നമ്മുടെ വെൻറ്റിലേറ്റർ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ എല്ലാ മെഡിസിൻസും, ഹോസ്പിറ്റൽ ഇൻസൈഡുള്ള മെഡിസിൻസും ഫ്രീ ആണ്. ഇതുകൂടാതെ വരുന്ന ഓരോ പേഷ്യൻറ്റിനും വിവിധ ഇൻഷുറൻസ് സ്കീമുകൾ, ഇപ്പോൾ കാരുണ്യ സ്കീം, അതുപോലെ CASP എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ JSSK, അതായത് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ജനനി സുരക്ഷ എന്ന് പറഞ്ഞ സ്കീമുണ്ട്. പിന്നെ ഈ OP ആയിട്ട് വരുന്നവർക്ക് ആരോഗ്യ കിരണം എന്ന് പറഞ്ഞ ഒരു സ്കീമുണ്ട്. പിന്നെ ഈ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് തന്നെ RBSK എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. പിന്നെ മിഠായി എന്ന് പറഞ്ഞൊരു സ്കീം വന്നപ്പോൾ കണ്ടു. അതെ അതെ, മിഠായി എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ഡയബറ്റിക്സ് ഉണ്ട് കുട്ടികളിൽ, ടൈപ്പ് 1 ഡയബറ്റിക്സ്. അപ്പോൾ മിഠായി എന്ന് പറഞ്ഞ പേര് ഇച്ചിരി ഒരു ഡിഫറെൻ്റാന്ന് തോന്നുമെങ്കിലും 180ഓളം കുട്ടികൾ നമുക്ക് ICHലുണ്ട്. അപ്പോൾ നമ്മൾ ഈ നവംബർ 14 അവർക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്ന, ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്ന ഇങ്ങനെ കുത്തിയെടുത്താണ്. അപ്പം ഞങ്ങളുടെ ഒരു 23 കുട്ടികൾ ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ ഒരു സ്ഥലത്തെ ഒരു സെൻസർ വെച്ചിട്ട് കുത്താതെ തന്നെ നോക്കുന്ന ഇത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ശിശുദിനത്തിന് കുറച്ച് പേർക്ക് ആ സെൻസറുകൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. ഞങ്ങൾക്ക് ഓൾറെഡി നല്ല അത്യാവശ്യം സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാ പേരൻസിനുള്ള സംശയമാണ് ഈ ആൻറ്റിബയോട്ടിക്കുകൾ. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നുള്ള പല പേരൻസ് ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് ആൻറ്റിബയോട്ടിക് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ സാധാരണ കൊടുക്കുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുള്ളപ്പോഴാണ്. ആൻറ്റിബയോട്ടിക്കുകൾ വളരെ ഡെഫിനറ്റ് ആയിട്ടുള്ള നമ്മളെ കണ്ടീഷൻസിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു പനിയുണ്ട്, ജലദോഷമുണ്ട്, തൊണ്ട ഉടനെ ആൻറ്റിബയോട്ടിക് ആവശ്യമില്ല. കാര്യം അത് മിക്കവാറും വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും. ഈ പേരൻസൊക്കെ എന്തെങ്കിലും ഒരു പനി വന്നാൽ അപ്പം തന്നെ ഈ പാരസെറ്റമോൾ കൊടുക്കുന്ന കാണാറുള്ളൂ. അതിൽ ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും കൊടുക്കണമെന്ന് അവർ പലരും അങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ പനി വന്നാൽ ഉടൻ തന്നെ പാരസെറ്റമോളൊക്കെ തുടർച്ചയായിട്ട് കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. ഒരു 100.4 ഉണ്ടെങ്കിൽ ഫീവർ എന്ന് പറയത്തുള്ളൂ. ശരിക്കും നല്ല ഫീവർ, ഹൈ ഫീവർ, ഒരു 102.2 അല്ലെ 39 ഒക്കെ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മുടെ ബോഡിക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുക. അപ്പോൾ ആ ഡിസ്കംഫർട്ട് കുറയ്ക്കാനായിട്ട് നമുക്ക് പാരസെറ്റമോൾ കൊടുക്കാം. പിന്നെ പനിയോടുകൂടി ഫിറ്റ്സ് വരുന്ന കുട്ടിയാണ് നേരത്തെ തന്നെ ആളുകൾ കൊടുത്തു തുടങ്ങും. അപ്പോൾ ഈ പനിയൊരു രോഗലക്ഷണമാണ്, അതൊരു രോഗമല്ല. അപ്പം അതിനെ അങ്ങനെ കാണുക എന്നാണ്. നമ്മളൊരു മത്സരബുദ്ധിയോടുകൂടി അതിനെ തോൽപ്പിക്കാനായിട്ട് 2 മരുന്നും 3 മരുന്നും ആവശ്യമില്ല. പേരൻസ് തന്നെ ആയിരിക്കും ഇത് മോനെ ഇത് കഴിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഈ ആൻറ്റിബയോട്ടിക് ഡിമാൻഡ് ചെയ്യുന്ന ഞങ്ങളങ്ങനെ എഴുതില്ല. നിങ്ങൾ ഒരുപക്ഷെ ഏറ്റവും കുറവ് ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രിപ്ഷൻ പോകുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഒരു ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ എഴുതിയിരുന്നു ഞങ്ങളുടെ എല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടിയിട്ട്. അതായത് ആൻറ്റിബയോട്ടിക്സ് എഴുതുന്നുണ്ട് ഡെഫിനറ്റായിട്ട് അതിൻ്റെ ഇൻഡിക്കേഷൻ, എന്തിനു വേണ്ടിയാണ് അത് എഴുതുന്നത്, അത് ആളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രിപ്ഷൻ ശരിക്കും കുറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില രാജ്യങ്ങളുണ്ട് ഈ ഒരു ആൻറ്റിബയോട്ടിക്കുകളും ഇഫക്റ്റീവ് അല്ലാത്ത. അപ്പം നമ്മൾ കൂടുതൽ ഉപയോഗിക്കും തോറും കമ്മ്യൂണിറ്റിയിലും നമ്മൾ ചികിത്സിക്കുന്ന കുട്ടികളിലും ഇതുപോലുള്ള മരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കും തോറും റെസിസ്റ്റൻസിനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ തന്നെ ഗവൺമെൻറ് തന്നെ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനെതിരെ പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം ആൻറ്റിബയോട്ടിക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ വേണം. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആൻറ്റിബയോട്ടിക് സീല് വേണം. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അത് ശരിക്കും വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പം നമുക്ക് മറ്റു രാജ്യങ്ങളിൽ പോയ ഒരു ആൻറ്റിബയോട്ടിക്സ് അങ്ങനെ കിട്ടില്ല. ചുമയ്ക്ക് പ്രത്യേകിച്ച് മരുന്ന് കിട്ടില്ല. അപ്പം അങ്ങനെ മരുന്നൊന്നും ആവശ്യമില്ല. അപ്പം ആ കൾച്ചർ നമ്മൾ വിദ്യാഭ്യാസമുള്ളവരും ഭയങ്കര സാക്ഷരതയുള്ളവരുമാണെന്നല്ലേ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇതൊക്കെ നമ്മൾ അബ്സോർബ് ചെയ്യേണ്ടതാണ്. അതായത് ആൻറ്റിബയോട്ടിക് ഇല്ലാതെ ചികിത്സിക്കുന്ന ഡോക്ടർ മോശക്കാരനല്ല. ആവശ്യമുള്ളപ്പോൾ ആൻറ്റിബയോട്ടിക് എഴുതുന്ന ഡോക്ടർ മിടുക്കനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പനി ഒരു ദിവസം കൊണ്ട് കുറയ്ക്കുന്ന ഡോക്ടറല്ല മിടുക്കൻ. പനിക്ക് അതിൻ്റേതായ ടൈം എടുക്കും. പക്ഷേ ഇപ്പോൾ ഒരു ചെവിക്ക് ഇൻഫെക്ഷനുണ്ട്, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നു, നിങ്ങളൊരു ആൻറ്റിബയോട്ടിക് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂമോണിയ ഉണ്ട് കുട്ടിക്ക്, അപ്പോൾ അതിനകത്തൊരു ചാൻസ് എടുക്കാൻ പറ്റില്ല.
അല്ല യൂറിനറി ഇൻഫെക്ഷനുണ്ട്. അങ്ങനെ ഒരു അല്ലാതെ നമ്മൾ ഈ കുട്ടികളിലുണ്ടാകുന്ന പനിയിൽ നല്ലൊരു ശതമാനവും വൈറലാണ്. അപ്പം നിങ്ങൾ 10 പേരെ കാണുന്നതിൽ 8 പേർക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാതെ കുറേ പേർക്ക് എഴുതുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അത് കുറയ്ക്കുക എന്നുള്ളത് ഒരു ഒരു നമ്മളെപ്പോലുള്ളൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. കാര്യം ആൻറ്റിബയോട്ടിക്സൊക്കെ ഭാവിയിൽ കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ സിറ്റുവേഷനിൽ ഉപയോഗിക്കണം. അതുപോലെ ആൻറ്റിബയോട്ടിക്സിലിപ്പം ഈ പനിമരുന്നുകൾ പോലെയോ അങ്ങനെയൊന്നും വരില്ല. പുതിയ ആൻറ്റിബയോട്ടിക് പറഞ്ഞാൽ അതിൻ്റേതായ റിസർച്ചും കാലതാമസവും ഉണ്ട്. അപ്പം വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഇപ്പം ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ലിമിറ്റഡ് ഓപ്ഷനേ ഉണ്ടാകത്തുള്ളൂ നമ്മൾ എക്സ്റ്റെൻസീവായിട്ട് ഇപ്പോൾ ഉള്ള പുതിയ ആൻറ്റിബയോട്ടിക്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ അതെല്ലാം ഭാവിയിലേക്ക് കരുതി വെക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇനിയുള്ള സമൂഹം അതിന് കനത്ത വില കൊടുക്കേണ്ടത്. ഇപ്പോൾ വീടുകളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ടാബ്ലറ്റ്സുകളാണ് നമ്മൾ എല്ലാ വീടുകളിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ആഹാരത്തിൻ്റെ പോലെ തന്നെ ഒരു പാത്രം ഗുളിക പാത്രം കാണാറുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള അങ്ങനെ നിങ്ങൾ അങ്ങനെ കൂടുതൽ മരുന്നുകളൊന്നും കരുതണമെന്നില്ല. കൂടിയെന്ന് പാരസെറ്റമോൾ കരുതാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സലൈൻ നേസൽ ഡ്രോപ്സ് കരുതാം. അതിൽ കൂടുതൽ മരുന്നുകളൊന്നും ആവശ്യം. പക്ഷേ നിങ്ങളുടെ കുട്ടിക്ക് ആസ്മ ഉണ്ടെന്ന് വെച്ചു, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാൽബ്യൂട്ടമോൾ ഇൻഹേലറും ഒരു സ്പേസറൊക്കെ ഉണ്ടെങ്കിൽ സ്പേസർ മാസ്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ പനിയോടുകൂടി ഫിറ്റ്സ് വരുന്ന കുട്ടിയാണെന്ന് വെച്ചു, അപ്പോൾ അവർക്ക് തൊട്ടടുത്ത സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഫിറ്റ്സ് കൺട്രോൾ ചെയ്യാൻ ഒരു നേസൽ സ്പ്രേ അത് സ്പെസിഫിക് ആയിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൊടുക്കാറുണ്ട്. പിന്നെ വയറിളക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ORS കൊടുക്കാം. ORS ഇപ്പം ഒന്നുമില്ല പാക്കറ്റ് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് ORS കരിക്കും വെള്ളമാണെങ്കിലും അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടാണെങ്കിലും അതൊക്കെ ഒരു ORS പോലത്തെ ലിക്വിഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത്രയൊക്കെ ആവശ്യമുള്ളൂ. കാര്യം ഒരു ആൻറ്റിബയോട്ടിക്, ഒരു ആൻറ്റി ഹിസ്റ്റമിന്, 2 പൈററ്റിക്സ് ഇതൊക്കെയാണ് ആളുകളുടെ ഒരു രീതി. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പാരസെറ്റമോളും പല അസുഖങ്ങളും സെൽഫ് ലിമിറ്റിംഗ് ആണ് കുട്ടികളിലെ. പിന്നെ കാര്യമായിട്ട് അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചികിത്സിക്കാൻ പാടില്ല. അതാണ് ഒരു ഫസ്റ്റ് ഡിക്റ്റം. ഈ പിന്നെ ലൈംഗിക വിദ്യാഭ്യാസങ്ങൾ, സെക്ഷൽ എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ അബ്യൂസുകൾ നടക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഈ കൗൺസിലിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്രാമത്തെ വയസ്സിലായിരിക്കണം ഇവർക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ? ഇന്നത്തെ ഒരു രീതി അനുസരിച്ച് കുട്ടികളെ എത്രയും വേഗം ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാര്യം പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസും അബ്യൂസസും ഒക്കെ കോമൺ ആണ്. അപ്പോൾ ഈ ഓസ്ട്രേലിയയിലൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് അവർ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നാഷണൽ പ്രൈഡ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയ ഈസ് മൈ കൺട്രി. രണ്ടാമത്, I will allow nobody to touch my private parts. I will scream and run if you somebody. അപ്പോൾ അതൊക്കെ ഒരു നല്ല ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഒരു ബാഡ് ടച്ച് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാനുള്ള ഇതുണ്ട്. പിന്നെ അവർക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. നമ്മൾക്ക് അതെല്ലാം ശരിക്കും പ്രാവർത്തികമാക്കാവുന്ന ഒരിതാണ്. കാര്യം നമ്മളറിയാതെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ സഫർ ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട്. നമ്മളങ്ങനെ കാണുവാണെങ്കിൽ അത് ചൈൽഡ് ലൈനിനെ റിപ്പോർട്ട് ചെയ്യും. അല്ല ഫിസിക്കൽ അബ്യൂസൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഡോക്യുമെൻ്റ് ചെയ്ത് പോക്സോ കേസായിട്ടൊക്കെ അങ്ങനെ തന്നെ പോകും. നമ്മളാ രീതി അങ്ങനെയാണ്. പെൺകുട്ടികളാണെങ്കിൽ എക്സാമിൻ ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കും, ആൺകുട്ടികളാണ് ഫോറൻസിക് അങ്ങനെ സ്പെസിമെൻ എല്ലാം എടുത്ത് അങ്ങനത്തെ രീതിയിലായിരിക്കും പോവുക. അപ്പോൾ ഈ കുട്ടികളെ കൗൺസിലിംഗ് ചെയ്തിട്ട് ഇവർക്ക് ഈ മെൻ്റലി അവർക്കൊരു ഹെൽത്ത് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും കൊടുക്കാറുണ്ട്. നമുക്ക് സൈക്കോളജിസ്റ്റ് ഉണ്ട്. നമ്മുടെ സൈക്യാട്രി വിഭാഗത്തിൽ ഒരു ചൈൽഡ് ആൻഡ് അഡോളസൻറ്റ് ക്ലിനിക്കുണ്ട്. അവർക്ക് അങ്ങനെയുള്ള സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കും. കാര്യം അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇങ്ങനൊരു ഇഷ്യൂ ഉള്ള കുട്ടികളെ ഗവൺമെൻറ് തന്നെ സ്പെഷ്യൽ ഹോമിലേക്കൊക്കെ മാറ്റുകയും ഒരു 21 ഇയേഴ്സ് വരെയൊക്കെ ഒരു സപ്പോർട്ട് ഗവൺമെൻറ് സൈഡിൽ നിന്നുണ്ട്. ഇപ്പം സൊസൈറ്റിയോടും പേരൻസിനോടും ഒരു ഉപദേശം കൊടുക്കാൻ പറഞ്ഞാൽ ഡോക്ടർ എന്തായിരിക്കും ഒരു ഉപദേശം അവർക്ക് കൊടുക്കുക? കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ വലിയ പ്രതീക്ഷകളോടുകൂടിയാണല്ലോ. അപ്പം നമുക്ക്
കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പല സംവിധാനങ്ങളും നിലവിലുണ്ട്. ഇപ്പം ന്യൂ ബോൺ സ്ക്രീനിങ് എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ വെയിറ്റൊക്കെ നോക്കി ആ കുട്ടിയുടെ തുടർന്നുള്ള ഫോളോ അപ്പ്, അതായത് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, ഗ്രോത്ത് എങ്ങനെയാണ്, കാഴ്ച, കേൾവി ഇതെങ്ങനെയാണ്, പിന്നെ ബ്രസ്റ്റ് ഫീഡ് എങ്ങനെ ചെയ്യണം, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അതൊക്കെ പറഞ്ഞ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് 6 മന്ത് എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ഓരോ തവണയും നമ്മൾ ഇമ്മ്യൂണൈസേഷന് പോകുമ്പോൾ കുട്ടിയുടെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, വിഷൻ, ഹിയറിങ് ഇതൊക്കെ എങ്ങനെയാണെന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. അതാണ് ഒരു ഫസ്റ്റ് 6 മന്ത്സിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിനുശേഷം നമ്മുടെ ഈ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് ഡയറ്റ് ചേഞ്ച് ചെയ്യും. നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡിങ് ആരംഭിക്കും. അതായത് നമ്മൾ കുറുക്കൊക്കെ കൊടുത്ത് അത് ഇവൻ അന്നേരം പോകുമ്പോൾ ഫോളോ അപ്പിൽ അഗെയിൻ കുട്ടിയുടെ ഇപ്പോൾ ഒരു 6 മാസമായിട്ടുള്ള കുട്ടി സപ്പോർട്ടോടുകൂടിയിരിക്കും. 4 മാസമാകുമ്പോഴത്തേക്കും കഴുത്തുറയ്ക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ചാർട്ടിൽ വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു ഫോളോ അപ്പ് പേരൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടി വളരാൻ ഇപ്പോൾ 1 വയസ്സായി, അല്ലെങ്കിൽ അപ്പം പതുക്കെ പിടിച്ച് നടക്കാൻ തുടങ്ങും, 1.5 വയസ്സാകുമ്പോൾ ഓടാൻ, അങ്ങനെ ചെയ്യാം. അപ്പം നമുക്കൊരു നോർമൽ ട്രാൻസിഷനാണ് എന്നുള്ള ഇത് വരുത്താനായിട്ട് ഇപ്പോൾ 1.5 വയസ്സിൽ കുത്തിവയ്പ്പ് കഴിഞ്ഞാൽ പിന്നെ 4.5 വയസ്സിലേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരു വെൽനെസ് വിസിറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഡോക്ടറെ കാണുക. അപ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. തന്നെയല്ല, നിങ്ങൾക്ക് ഒരു 2 ഇയർ ഓൾഡ് കുട്ടി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലല്ലോ, നോർമലി എങ്ങനെയായിരിക്കും. അപ്പോൾ ഒരു തവണ പോകുമ്പോൾ ഇനി ഉള്ള നോർമൽ ഒരു നമുക്ക് മുന്നോട്ട് എങ്ങനെയാണെന്ന് നോർമലി ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഒരാൾക്ക് ഒരു ആൻറ്റിസിപ്പേറ്ററി ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതുകൂടാതെ പിന്നെ ഈ ടാബ്ലറ്റ്, മൊബൈലൊക്കെ നേരത്തെ എക്സ്പോസ് ചെയ്യിക്കാതിരിക്കുക. ഇമ്മ്യൂണൈസേഷൻസ് എല്ലാം കറക്റ്റായിട്ട് എടുക്കുക, സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ. ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ചിക്കൻ ബോക്സ് വാക്സിൻ എടുക്കേണ്ട ചിക്കൻ ബോക്സ് എടുക്കുക, ഹെപ്പറ്റൈറ്റിസ് ബി അതെല്ലാം അഡീഷണലാണ്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ അഡീഷണലായിട്ട് കൊടുക്കേണ്ട ഇൻഫ്ലുവൻസ വാക്സിനാണ്, അങ്ങനെ ആ രീതിയിൽ കൊടുക്കാൻ പറ്റും. അത് ചെയ്യുക. അപ്പോൾ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഇമ്മ്യൂണൈസേഷൻ, പിന്നെ ഒരു ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതും ഇതാണ്. അപ്പം ജ്യൂസുകളൊക്കെ ഫസ്റ്റ് ഇയറിൽ തന്നെ കൊടുക്കുക എന്നുള്ളത്, ഓറഞ്ച് ജ്യൂസ് കൊടുക്കാവോ, അതൊക്കെയാണ് പലരുടെയും. അങ്ങനെയുള്ള ജ്യൂസുകളുടെ ഒന്നും ഒരാവശ്യമില്ല. ഫസ്റ്റ് ഇയറിൽ ജ്യൂസുകളൊന്നും ആവശ്യമില്ല. നിങ്ങൾ കൊടുക്കുന്ന ക്യാരറ്റൊക്കെ അരിഞ്ഞ് സോഫ്റ്റാക്കി നിങ്ങളുടെ കൊടുക്കുന്ന ഭക്ഷണത്തിലിടാം. അത് കളർഫുള്ളാണ്, പിന്നെ കുറച്ചുകൂടെ വൈറ്റമിനൊക്കെ കിട്ടും. ഓക്കെ, അതിൽ നിന്ന് വലിയ എക്സോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞ നമ്മുടേത് നിറച്ച് ചോറ് വെക്കുക, കുറച്ച് കറി വെക്കുക, അങ്ങനെയുള്ളത് അത് വേണം. നമ്മുടെ ഫുഡ് പ്ലേറ്റ് 4ആയിട്ട് തിരിക്കണം. അതായത് നിങ്ങൾ ചോറ് ഒരു ക്വാർട്ടറാണ്, നിങ്ങളുടെ കറി പയറോ പരിപ്പോ ചിക്കനോ ഫിഷോ എന്താണെന്ന് വെച്ചാൽ അതൊരു വേറൊരു ക്വാർട്ടറാണ്, വെജിറ്റബിൾസ് ഒരു ക്വാർട്ടറാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ മിൽക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് അങ്ങനെ ഫില്ല് ചെയ്യാം. അപ്പം ഒരു സീരിയൽ, അതായത് റൈസ്, പൾസ്, ഒരു പയറ്, പരിപ്പ്, അതും അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഇറച്ചി, അല്ലെ മീൻ, അങ്ങനെ കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന, പിന്നെ ഗ്രീൻ ലീഫ്, നമ്മുടെ പച്ചക്കറി, അങ്ങനെ ഒരു കാര്യം. പലരും ഈ ഫസ്റ്റ് ഇയർ തൊട്ട് ഒരു പ്രത്യേക ഭക്ഷണമേ കൊടുക്കത്തുള്ളൂ, ചപ്പാത്തി കുതിർത്തത്. അല്ലല്ല, അങ്ങനെ പാടില്ല. നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെയുള്ള ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ വെച്ച് ഇച്ചിരി കളർഫുള്ളായിരിക്കും. ചിലപ്പോൾ അത് ക്യാരറ്റ് ആയിരിക്കാം, ചിലപ്പോൾ അത് ബീറ്റ്റൂട്ട് ആയിരിക്കാം, ചിലപ്പോൾ അത് ചീരയായിരിക്കാം. അപ്പോൾ അങ്ങനെ പല ടേസ്റ്റുകളും സെൻസ് ചെയ്യാനുള്ള അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇത് നേരത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ, ഡയറ്റ്, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ. അപ്പം ചില കുട്ടികൾക്ക് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ഒരിക്കലും അവനവൻ്റെ കുട്ടിയെ അയൽക്കത്തെ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുന്ന, നിങ്ങളുടെ കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാതിരിക്കുക. പിന്നെ ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്ന കുട്ടികളിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഷോപ്പിൽ ചെന്ന് കൊച്ചു കിടന്ന് കരയുകയാണ് ഒരു സാധനത്തിന് വേണ്ടിയിട്ട്, അപ്പോൾ തല്ലാനൊന്നും പോകരുത്. അത് തല്ലുന്നത് കൗണ്ടർ പ്രൊഡക്റ്റീവാണ്, ആൾക്കാരുടെ മുന്നിൽ വെച്ച്. അപ്പോൾ ചിലപ്പോൾ കുട്ടി നിലത്ത് കിടന്നൊന്ന് ഉരുളുമായിരിക്കും കുറച്ച് നേരം. അപ്പോൾ നിങ്ങൾ സൈലൻ്റായിട്ട് നിൽക്കുക, അവൻ ഇഞ്ചുറി ഒന്നും വരാതൊക്കെ നോക്കുക. ഇത്തിരി കഴിയുമ്പോൾ അതൊക്കെ നിർത്തും. അപ്പോൾ ചില കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നോ പറയാം. അപ്പം കടയിൽ പോയാൽ ഉടൻ തന്നെ സ്നിക്കേഴ്സ് വേണം,
ലേസ് വേണം, അതെല്ലാം ജങ്കാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. അങ്ങനെയാണ് നമുക്കൊരു ഹെൽത്തി, പിന്നെ ഒരു ഐഡിയൽ പേരൻറ്റിങ് ഒന്നുമില്ല. അപ്പം ഞാൻ എല്ലാ കാര്യവും ഐഡിയലായിട്ടാണ് ചെയ്യുന്നത്, അല്ല. ഐഡിയൽ കാര്യമല്ല, റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കുട്ടിക്ക് ഇപ്പം പഠിക്കാനായിട്ട് ഉള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് മേടിച്ചു കൊടുക്കണം. പക്ഷേ ഒരു 7 വയസ്സിലെ ലാപ്ടോപ്പിൻ്റെയോ ടാബിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഒരു പക്ഷേ അവൻ 12th-ലോ 11th-ലോ എൻജിനീയറിങ്ങോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അവനൊരു നല്ല ലാപ്ടോപ്പ് ആവശ്യം. അപ്പം അങ്ങനെ ഒരു ഇത് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ആവശ്യമാണ്. പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ ചെറിയ കുട്ടികളിലാണെങ്കിൽ, അതായത് ഈ പെയിൻറ്റ് അബ്സോർബ് ചെയ്യാത്ത ഞാൻ കമ്പനി പറയുന്നില്ല, മാറ്റൽ അതുപോലത്തെ അവരുടെയൊക്കെ, അതുപോലെ തന്നെ സാധനങ്ങൾ പറഞ്ഞു പോരാത്ത അതൊരിക്കലും ഇഞ്ചുറി ഉണ്ടാക്കാൻ. നിങ്ങൾ പുറത്തുനിന്നുള്ള ടോയ്സ് ശ്രദ്ധിച്ചാലറിയാം, ഒരു പാട്ടും പോരത്തില്ല, വീലൊന്നും ഒരിക്കലും പോരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ടോയ്സ് സെലക്ട്. പിന്നെ ഒരു വില കൂടിയ ടോയിയെക്കാളും സൗണ്ട് ഉണ്ടാക്കുന്ന ടോയ്, കളർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോയ്കൾ, പിന്നെ അവന് വലിച്ചുകൊണ്ട് നടക്കാവുന്ന പ്രായമാണ് പിന്നെ ഒരു ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഇതാണ്. വില കൂടിയ ടോയാണ് നല്ലതെന്ന് അങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ വില കൂടിയ ഒരു കാറ് ഡ്രൈവ് അതിലൊന്നും ഒരു കാര്യമില്ല. സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഹോപ്പിങ്ങിനായിട്ടുള്ള സാധനങ്ങൾ, ചിലപ്പം കെട്ടിയിടാവുന്ന റോപ്പുകൾ, അതൊക്കെ ആയിരിക്കും കുറച്ചുകൂടി അവൻ്റെ സ്കില്ല് കൂട്ടുക. വില കൂടിയ ഒരു ടോയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ല. സമൂഹത്തോട്, സൊസൈറ്റിയോട് നമുക്ക് എന്തൊക്കെയാണ് ഉപദേശങ്ങൾ കൊടുക്കാറുള്ളത്? കുട്ടികളാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്. അപ്പോൾ അവർക്ക് അവരുടെ ഇപ്പം തന്നെ നമുക്കറിയാം ഇഷ്ടംപോലെ, അതായത് ഈ വയലൻസും ഡ്രഗ്സും ഇതെല്ലാം കണ്ടാണ് വരുന്ന പിള്ളേർ. ഇതൊക്കെ ഇപ്പോൾ ടി വിയിലാണേലും അല്ലാതെ ആണേലും ഒക്കെ. പിന്നെ ആളുകളുടെ ഇൻട്രാക്റ്റിംഗ് ബിഹേവിയർ, പിള്ളേരിതെല്ലാം ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒരു ടീച്ചർ എപ്പോഴും ഷൗട്ട് ചെയ്യും, ചിലരെ പ്രത്യേകം കാര്യമായിട്ട് നോക്കുകയും, കുട്ടികൾ അങ്ങനെ അതിൽ ഡിസ്ക്രിമിനേറ്ററി ബിഹേവിയർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഷൗട്ടിങ് ഒക്കെ കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. തല്ലുന്നതിനേക്കാൾ നല്ലത് 1 മിനിറ്റ് മാറ്റി നിർത്തുന്നതും ഒക്കെയാണ്. അല്ലെ 2 മിനിറ്റ് ഏജ് അനുസരിച്ചുള്ള, 4 വയസ്സാണെങ്കിൽ 4 മിനിറ്റ് മാറ്റി നിർത്തുക. അതൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ടുള്ളത്. കമ്മ്യൂണിറ്റി ഷുഡ് കുറച്ചുകൂടെ ഐഡിയലായിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനുള്ള ഇതായിരിക്കണം. ഇത് പ്രൊമോട്ട് ചെയ്യാൻ, ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി. ഇപ്പം സ്കൂൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക. നേരത്തെ PT പീരീഡൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് എല്ലാ ദിവസവും വേണമെന്ന്. അതായത് ഒരു ഗ്രൂപ്പ് പ്ലേ ആവശ്യമുണ്ട്. ഒരു സോഷ്യൽ കോഷ്യൻറ്റും നമ്മുടെ ഒരു ഫിസിക്കൽ വെൽനെസ്സിനുമൊക്കെ ടീച്ചേഴ്സും അച്ഛന്മാരും ഒക്കെ തന്നെ കളിക്കുന്ന കൂട്ടത്തിൽ കൂടണം എന്നാണ് മതി. എൻ്റെ ഇളയ മോള്, ഞാൻ നടക്കും, അത്യാവശ്യം ഓടും. അപ്പോൾ ഇളയ ആൾ എൻ്റെ കൂടെ വരും. അപ്പോൾ അത് പുള്ളിയുടെ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ വീട്ടിൽ ഇപ്പം ഷട്ടിൽ കളിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും കൂടുക കൊച്ചിൻ്റെ കൂടെ. അതൊക്കെ ഒരു രസമാണ്. സൈക്കിൾ ചവിട്ടാൻ പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഷട്ടിലേലും കളിക്കാൻ പറ്റുമല്ലോ. ഇനി ഫിസിക്കലാകെ TV ടൈമൊക്കെ കുറയ്ക്കുന്നതിൽ കാര്യമുണ്ട്. നമ്മുടെ ഒബീസിറ്റിയൊക്കെ വളരെ കൂടുതലാണ്. അത് ഇങ്ങനെയാണ്. ഇപ്പോൾ അച്ഛൻ വന്ന ഉടനെ മൊബൈലിൽ, അമ്മ വന്ന അടുക്കളയിൽ, പിള്ളേർ മൊബൈലിൽ. പിള്ളേരുടെ അടുത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവർ എഴുന്നേറ്റ് പോകും. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ഈയിടെ എനിക്ക് തോന്നുന്ന ഒരു സ്റ്റാർ സിംഗറിൽ ഏതാണ്ട് ഒരു കുട്ടി ഇങ്ങനെ ഒരു ജഡ്ജായിട്ട് വന്നത്. അവർ പറഞ്ഞ ഒരു ഫാമിലി ടൈമുണ്ട് നമുക്ക്. പലയിടത്തും ഒരു ഫാമിലി ടൈം ഇല്ല. അതൊരു ബ്രീഡ് ചെയ്യാൻ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ഇതാണ്, ഒരുമിച്ചിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു വലിയ സോഫ മേടിച്ചു. ഞാൻ എന്താ, അപ്പോൾ റിക്ലൈനറൊക്കെ ഉണ്ട് 2 സൈഡിലൊക്കെ. അപ്പോൾ എന്നത് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാമല്ലോ എന്ന് പറയും. വൈഫ് സബ്ജഡ്ജാണ്. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ ഞാൻ സോ ആസ് എ ഗുഡ് തിങ് ഒരുമിച്ചിരിക്കുക. അപ്പം 2 റിക്ലൈനർ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. അപ്പം ചെരിഞ്ഞിരിക്കണമെങ്കിൽ ചെരിഞ്ഞിരിക്കുക. അന്ന് വലിയ, പക്ഷേ ചെറിയ കാര്യമാണെങ്കിലും ഞാൻ നോക്കിയിട്ട് അത് നല്ലതാണ്. ആ സമയത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ല, നമുക്ക് ഒരുമിച്ചിരുന്ന് സിനിമ കാണാം, ഇല്ലെങ്കിൽ ഇരിക്കാം. ചിലപ്പം ചെറിയ സ്നാക്സൊക്കെ കഴിക്കുന്ന അവിടെ ഇരുന്നായിരിക്കും. അപ്പോൾ ഒരുമിച്ച് എല്ലാവരും ഉണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു വളരെ സിമ്പിൾ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട.
കമ്മ്യൂണിറ്റി ഷുഡ് ബി എ മോഡൽ. ഈ പിള്ളേർ ഈ ടി വി വരുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു വാർത്ത വന്നു, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. ഒരു ചെറിയ കുട്ടിയോട്, എൻ്റെ മോളോട് അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും അതേപടി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ ചില വാർത്തകളെ അതേപടി കാണിക്കുക. ഇപ്പം ഒരു ഫയർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് പേര് മരിച്ചെങ്കിൽ പുറത്തുള്ള ടി വികളിലൊക്കെ അത് ബ്ലേഡായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ മരണമൊക്കെ ചില കുട്ടികളെ പേടിപ്പിക്കുന്നതായിരിക്കും. അപ്പം ചിലർ അങ്ങനെയുള്ള വീട്ടിൽ പോകത്തില്ലായിരിക്കും. അപ്പം അതുപോലത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്ന. പിന്നെ ഒരു ട്രാഫിക് സെൻസ് പഠിപ്പിക്കുക, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യുക, സ്പോർട്സ്, ഫിസിക്കലായി, ഇതൊക്കെയാണ് കമ്മ്യൂണിറ്റി ചെയ്യേണ്ടത്. സ്കൂൾ അതിന് വലിയൊരു ഇതുണ്ട്. പിന്നെ കോമൺ ഫങ്ഷനുകൾക്കൊക്കെ പോകുമ്പം ചില കുട്ടികൾക്ക് കുറച്ചൊക്കെ ഒരു ഇതായിരിക്കും. പക്ഷേ അതൊക്കെ പരസ്യമായുള്ള ശാസനകളൊക്കെ ഒരു മെൻ്റൽ വെൽബീയിങ്ങിന് ഒരു പല കുട്ടികളും പല രീതിയിലായിരിക്കും. അവരുടെ മെൻ്റൽ വെൽബീയിങ്ങിനെ ബാധിക്കും പരസ്യമായിട്ട്. ഈവൻ നമ്മൾ പോലും നമ്മളോട് പരസ്യമായിട്ട് ഒരാൾ ശകാരിക്കുന്നത് ഒരു റിയാക്ട് ചെയ്യും. ഇപ്പം നമുക്കൊരു റെസ്ട്രെയിൻ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഒരു കുട്ടിക്ക് അത് വളരെ ഒരു ഹേർട്ട് ഫീലിംഗ് ആയിരിക്കും. അപ്പം അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിറ്റിയിൽ നിന്നും കുട്ടികൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഏത് ഹെൽപ്പ് ലൈന് വിളിക്കണം? ഇപ്പോൾ പോലീസിന് ഒരു ഹെൽപ്പ് ലൈനുണ്ട്. അങ്ങനെ പിന്നെ കുട്ടികൾ ബേസിക്കലി അങ്ങനെ ഹെൽപ്പ് ലൈൻസുകളുണ്ടോ? അങ്ങനെ ഒരു ഹെൽപ്പ് ലൈൻ റൺ ചെയ്യുന്നില്ല. അതിനൊരു ഡെഡിക്കേറ്റഡ് ആളും സിസ്റ്റമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരെണ്ണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഒരു ക്വസ്റ്റ്യൻ വന്ന് അതിനൊരു ഇമ്മീഡിയറ്റ് നമ്മൾ റെസ്പോൺസ് കൊടുക്കേണ്ടതാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട്, വി നീഡ് ടു ടോക്ക്, നമ്മൾ സംസാരിക്കണം, അവൻ്റെ അടുത്ത് എത്തുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ പക്ഷേ ഒരു മെഡിക്കൽ കാര്യമാണെങ്കിൽ ഒരു ടെലിഫോൺ അഡ്വൈസ് മെഡിക്കലിൽ എപ്പോഴും കൊടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഒരു കൊറിയാണ് ഇമ്മ്യൂണൈസേഷൻ, അടുത്ത ഇമ്മ്യൂണൈസേഷൻ ചിലപ്പോൾ ഒരാൾക്ക് അതായിരിക്കും അറിയേണ്ടത്. ഇമ്മ്യൂണൈസേഷൻ വരുമ്പം ഇങ്ങനെ ഒരു സ്പെഷ്യൽ വാക്സിൻ അവിടെ എടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറേയായിരിക്കും. അപ്പോൾ അത് നമ്മുടെ കോമൺ നമ്പറിൽ നമുക്ക് പറ്റാവുന്ന കുറേകളൊക്കെ നമ്മൾ ആൻസർ ചെയ്യും. പക്ഷേ മെഡിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇതുപോലെ ഇപ്പോൾ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട്, അപ്പോൾ അങ്ങനെ ഒരാൾ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അമ്മ വിളിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് നമ്മൾ ഒരു റെസ്പോൺസ് കൊടുക്കേണ്ടതാണ്. പിന്നെ ചില പേരൻസൊക്കെ അവരുടെ ഒരു അസുഖം ബാധിച്ചവരടുത്ത് കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മളോട് കൺസൾട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ലിമിറ്റേഷൻസ് പറയും. ഇങ്ങനെ ഫോൺ പേഷ്യൻറ്റിനെ കാണാതെ ഇങ്ങനെ ടെലിമെഡിസിൻ മേ നോട്ട് ബി അപ്രോപ്രിയേറ്റ് എന്നുള്ളത് പറയും.